ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 36 ശ്ലോകം 5-6. പീതാംബരം കരവിരാജിത ശംഖചക്രകമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 5. ആഖേദോപഗതോർജുന സുരാഗവീ സംപ്രാപ്ത സമ്പദ്ഗണൈഃ ത്വൻപിത്രാ പരിപൂജിത പുരഗതോ ദുർമന്ത്രിവാചാ പുനഃ ഗാം ഖേദം സജീവം നിയുക്ത കുടിയാതേനാവിരുന്ധൻ മുനിപ്രാണക്ഷേപ സരോഷഗോഹത ചമൂചക്രേണ വത്സോ ഹൃദഗ. അന്വയം അർത്ഥം. അകേഡോപഗത നായാട്ടിനായി ആശ്രമ പരിസരത്തിൽ എത്തിച്ചേർന്ന അർജുനഃ കാർത്തവീര്യ അർജുനൻ ത്വത്പിത്ര അങ്ങയുടെ പിതാവിനാൽ സുരഗവീ സംപ്രാപ്ത സമ്പദ്ഗണൈ ദേവധേനുവായ കാമധേനുവിൽ നിന്നും നേടിയ സമ്പദ് സമൂഹത്താൽ പരിപൂജിത വേണ്ടും വണ്ണം പൂജിക്കപ്പെട്ടവനായി തീർന്നിട്ട് പുരഗത രാജധാനിയിൽ തിരിച്ചെത്തിയവനായ ശേഷം ദുർമന്ത്രിവാച ദുഷ്ട ബുദ്ധിയോടുകൂടിയ മന്ത്രിയുടെ വാക്കിനാൽ ഗാം കാമധേനുവിനെ ക്രേതും വാങ്ങിക്കുന്നതിന് സജീവം മന്ത്രിയെ തന്നെ നിയോഗിച്ചു. കുതിയ ദുഷ്ടബുദ്ധിയോടുകൂടിയവനും രുന്ദൻ മുനി പ്രാണക്ഷേപ സരോഷഗോഹത ചമൂചക്രേണ കാമധേനുവിൻ്റെ അപകരണത്തിനെ തടയുന്ന മുനിയുടെ പ്രാണവിനാശത്താൽ കോപിച്ച കാമധേനുവിനാൽ കൊല്ലപ്പെട്ട സൈന്യ സമൂഹത്തോടു കൂടിയവനുമായ തേനാഭി അവനാലാകട്ടെ വത്സ പശുക്കുട്ടി ഹൃദ അപഹരിക്കപ്പെട്ടു. ഹരിവും. സാരം. നായാട്ടിന് പുറപ്പെട്ട കാർത്യവീരൻ ജമദഗ്നിയുടെ ആശ്രമത്തിൽ ചെന്നപ്പോൾ മഹർഷി അദ്ദേഹത്തെയും സൈന്യത്തെയും കാമധേനുവിൽ നിന്ന് കിട്ടിയ വിഭവങ്ങൾ കൊണ്ട് നല്ലതുപോലെ സൽക്കരിച്ചു. രാജധാനിയിലെത്തിയ കാർത്യവീരൻ ദുഷ്ടമന്ത്രിയുടെ വാക്കുകൾ കേട്ട് കാമധേനുവിനെ വിട്ടുതരുവാൻ മന്ത്രിയെ തന്നെ മഹർഷിയുടെ അടുക്കലയച്ചു. മഹർഷി സമ്മതിച്ചില്ല. ബലാത്കാരമായി കാമധേനുവിനെ പിടികൂടിയപ്പോൾ ജമദഗ്നി തടഞ്ഞു. സംഘടനത്തിൽ മഹർഷി കൊല്ലപ്പെടുകയും കോപാക്രാന്തയായ കാമധേനുവിൻ്റെ ശരീരത്തിൽ നിന്നും ആയുധധാരികളായ ഭടന്മാരെ സൃഷ്ടിച്ച് സൈന്യത്തെ മുഴുവൻ സംഹരിക്കുകയും ചെയ്തു. പരാജയപ്പെട്ട മന്ത്രി കാമധേനുവിൻ്റെ കുട്ടിയെ അപഹരിച്ചു കൊണ്ടുപോയി. ഹരിവും. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 6. ശുക്രോജ്ജീവിതദാതവാക്യ ചലിതക്രോധോദസഖ്യാസമം വിപ്രധ്യാത മഹോദരോപനിഹിതം ചാപം കുടാരം ശരാൻ ആരൂഢസഹ വാഗയന്ത്രകാരഥം മാഗിഷ്മതീമാവിശൻ വാഗ്ഭം വർഷം അദാശുഷേഷിതിപദൗ സംപ്രാസ്തുതാസങ്കരം. അന്വയം അർത്ഥം. അധ അനന്തരം ശുക്രോ ജീവിത താതവാക്യചലിത ക്രോധ ശുക്രനാൽ ഉജ്ജീവിക്കപ്പെട്ട അച്ഛൻ്റെ വാക്കനുസരിച്ച് ഉയർന്ന കോപത്തോടെ സഖ്യാസമം കൂട്ടുകാരനോടുകൂടി ധ്യാത മഹോദരോപനിഹിതം ധ്യാനിക്കപ്പെട്ട മഹോദരനാൽ കൊണ്ടുവന്നു നൽകപ്പെട്ട ചാപം വില്ലും കുഠാരവും ശരങ്ങളും ബിഭ്രൻ ധരിക്കുന്നവനായി
സഹവാഹയന്ത്രക കുതിരകൾ, തേരാളി എന്നിവയോടു കൂടിയ തേരിനെ, രഥം തേരിനെ ആരൂഢ കയറിയവനായി മാഹിഷ്മതി കേകയ രാജ്യത്തെ ആവിശൻ പ്രവേശിച്ചിട്ട് ക്ഷിതിപദൗ കാർത്യവീര്യ രാജാവ് വാഗ്ഭി അപേക്ഷകൾ കൊണ്ട് വത്സം പശുക്കുട്ടിയെ അദാശുഷി കൊടുക്കാതിരുന്നപ്പോൾ സങ്കരം യുദ്ധം സംപ്രാംബാസ്തുത ആരംഭിച്ചു. ഹരിവു സാരം ശുക്ര മഹർഷിയുടെ മൃതസജീവനീ മന്ത്രം കൊണ്ട് ജീവിതം വീണ്ടുകെട്ടിയ ജമദഗ്നിയുടെ വാക്കുകേട്ട് പരശുരാമൻ തൻ്റെ സുഹൃത്തായ അകൃതവർണ്ണനോടുകൂടി താൻ സ്മരിച്ച ശിവശങ്കരനായ മഹോദരൻ കൊണ്ടുവന്നു നൽകിയ കുതിരകളോടും തേരാളിയോടും കൂടിയ തേരിൽ കയറി ശിവകിങ്കരൻ തന്നെ നൽകിയ വില്ലും കുഠാരവും അമ്പുകളും ധരിച്ച് മാഹിഷ്മതി നഗരത്തിൽ പ്രവേശിച്ചു. ശാന്തനായി പശുക്കുട്ടിയെ കാർത്യവീര്യനോട് ചോദിച്ചിട്ട് നൽകാഞ്ഞതിനാൽ യുദ്ധം